CPM-ൽ നിന്ന് K. അനിൽകുമാറും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ N. ശ്രീകുമാറും നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. N. ശ്രീകുമാർ, ഇതാദ്യമായിട്ടല്ല ഈ ഒരു പ്രസ്താവന, ഈ തരത്തിലുള്ള പ്രസ്താവന RSS നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. സുപ്രീം കോടതിയിലടക്കം ഈ വിഷയം വന്നതാണ്. പക്ഷേ അന്ന് കോടതി കൃത്യമായി തന്നെ മുൻകാല പ്രാബല്യം നൽകുകയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഇത് ചർച്ചയാക്കുന്നതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? അല്ല, അടിയന്തരാവസ്ഥയുടെ ഘട്ടം അത് അവരുടെ RSSന്റെയും BJPയുടെയും ഒക്കെ ഒരു താല്പര്യത്തിന് ഇപ്പം ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ 2 ദിവസമായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 42ാം ഭരണഘടനാ ഭേദഗതി കാലത്ത് സോഷ്യലിസ്റ്റ് മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തത് അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ RSSന്റെയും BJPയുടെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ അവർക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഉള്ള ഒരു മാർഗം വെട്ടിത്തെളിക്കുക എന്ന് സൂചിപ്പിക്കാനായിരിക്കാം. പക്ഷെ അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഭരണഘടനാ ഭേദഗതിക്കുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ പഴയ BJP ഗവൺമെന്റ് അല്ലല്ലോ. 2-3 സഖ്യകക്ഷികളെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു BJP ഗവൺമെന്റാണ് ഇപ്പോൾ ഉള്ളത്, NDA ഗവൺമെന്റാണ് ഉള്ളത്. അപ്പൊ അവർ ചർച്ചയാക്കാൻ അവരുദ്ദേശിക്കുന്ന, എനിക്ക് തോന്നുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്നാണ് ഈ വിഷയങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ആശയം ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്നുള്ള ആശയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തിൽ ഇതൊക്കെ തടസ്സമായിരിക്കുമോ എന്നൊരു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കുമെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. RSSന്റെ സർക്കാര്യമാണ് ദത്താത്രേയ ഹൊസബലെ, അതായത് സർസംഘചാലകർ കഴിഞ്ഞാൽ റാങ്കിലെ 2ാമൻ സംഘടനാ ജനറൽ സെക്രട്ടറി.